ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. നമ്മൾ ദൈവരാജ്യത്തിനെ പറ്റി പഠിച്ചു. ഒന്നാമതായിട്ട് യു ഹാവ് ടു പ്രേ ഫോർ ദ കിങ്ഡം. ദൈവരാജ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്വർഗ്ഗപിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ എന്ന്. രണ്ടാമതായി മത്തായി 6:33 കണ്ടു, യു ഹാവ് ടു സീക്ക് ആഫ്റ്റർ ദ കിങ്ഡം. നമ്മൾ മുമ്പേ ദൈവത്തിൻ്റെ രാജ്യത്തിന് പ്രാധാന്യം കൊടുക്കണം. ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നടത്തിത്തരും. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 9:35-37. മത്തായിയുടെ സുവിശേഷം 9:35 പറയുകയാണ്, യേശു എല്ലായിടത്തും പോയി കിങ്ഡം ഓഫ് ഗോഡ്, കിങ്ഡം ഓഫ് ഹെവനെ പറ്റി സംസാരിച്ചു, പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവസാനം യേശു പറയുകയാണ്, ഈ ഹാഡ് കമ്പാഷൻ ബിക്കോസ് ദേ ആർ ഷീപ്പ് വിത്തൗട്ട് ഷെപ്പേർഡ്. യേശു കരുണയുള്ള ദൈവമാണ്. മനസ്സലിഞ്ഞു അവരോട് പറയാണ്, അയ്യോ ഇവർക്കൊന്നും അറിയില്ല, ഇവർ ഒരു ലീഡറില്ലാത്ത പോലെ, ഷെപ്പേർഡില്ലാത്ത പോലെ, ഒരു ആട്ടിടനില്ലാത്ത ആടുകളെ പോലെ ചിതറി നടക്കുകയാണ് എന്ന് പറഞ്ഞ് മനസ്സലിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, കൊയ്ത്ത് വളരെയധികമുണ്ട്, പക്ഷേ കൊയ്യാൻ ആൾക്കാരില്ല. അത് കാരണം യജമാനോട്, കൊയ്ത്തിൻ്റെ യജമാനൻ ആരാണ്? ദൈവം, സ്വർഗ്ഗസ്ഥനായ പിതാവ്. ആ യജമാനോട് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. സോ 35, then Jesus went about all the cities and villages, teaching in their synagogues, preaching the gospel of the kingdom, and healing every sickness and every disease among the people. അതാണ് യേശു ചെയ്തുകൊണ്ട് നടക്കുന്നത്. യേശു ചെയ്ത പണി നമ്മളെ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ചെയ്യണം. എല്ലായിടത്തും ജീസസ് ഓഫ് നാസറത്ത് went about everywhere, preaching and teaching and healing and casting out demons. ഇതൊക്കെയാണ് നമുക്ക് അതോറിറ്റി തന്നിരിക്കുന്നത്. യേശു ചെയ്തിട്ട് പോയി. നമ്മളിപ്പോൾ യേശുവിൻ്റെ കൈകളാണ്, യേശുവിൻ്റെ കാലാണ്, യേശുവിൻ്റെ കണ്ണാണ്, യേശുവിൻ്റെ വായാണ്, യേശുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നതെല്ലാം നമ്മൾ ചെയ്യണം. ചെയ്ത് കാണിച്ചത് തന്നു, അത് ശിഷ്യന്മാർ ചെയ്തു, ഇപ്പോൾ നമ്മൾ ചെയ്യണം എന്നാണ് കർത്താവ് പറയുന്നത്. സോ വി ഹാവ് ടു വർക്ക് ഫോർ ദ കിങ്ഡം. നമുക്ക് എല്ലാവർക്കും ഒരു ഡ്യൂട്ടി, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ അയൽവക്കാരെല്ലാം അവർക്ക് വേണ്ടി ഒരു വാച്ച്മാനാണ് നിങ്ങൾ. അയൽവക്കാർ നശിച്ചു പോകാൻ പാടില്ല. നിങ്ങളുടെ ചാർച്ചക്കാർ, നിങ്ങളുടെ കുടുംബക്കാർ നരകത്തിൽ പോകാൻ പാടില്ല. അതിനാണ് ഈ മെസ്സേജ് അവരോട് പറയണം. ആ മെസ്സേജ്, യേശുവിൻ്റെ സുവിശേഷം അറിയിക്കണം, ദൈവരാജ്യത്തിൻ്റെ സന്ദേശം അറിയിക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അന്വേഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അതാണ് നമ്മളോട് ദൈവം സംസാരിക്കുന്നത്. 36 verse, but when he saw the multitudes, he was moved with compassion for them. എല്ലാവരും പറഞ്ഞ്, he was moved with compassion, കരുണയോടെ, ദയ തോന്നി. എന്നിട്ട് because they were weary and scattered like sheep having no shepherd. പുരുഷാരത്തെ യേശു കണ്ടപ്പോൾ ഇടയനില്ലാതെ ആടുകളെ പോലെ കുഴഞ്ഞും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. നിങ്ങൾക്കെല്ലാം മനസ്സലിവുണ്ടോ? നമ്മുടെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ എന്നും പറഞ്ഞ് നടക്കരുത്. നമ്മൾ യേശു വന്നു കഴിഞ്ഞാൽ നമ്മൾ യേശു സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കും. നമ്മുടെ സ്വാർത്ഥത പോകും. നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം, കർത്താവേ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരു മനസ്സലിവുണ്ടാകണം. യേശുവിൻ്റെ മനസ്സാണ് നമുക്ക് തരേണ്ടത്. യേശുവിൻ്റെ മനസ്സ് നമുക്ക് ഉണ്ടാകണം എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ലെറ്റ് ദിസ് മൈൻഡ് ബി ഇൻ യു ദാറ്റ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുയേശുവിനുള്ള ആ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഫിലിപ്പിയർ 2:5 പറയുന്നു, ബൈബിൾ പറയുന്നു. അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സാത്താൻ്റെ പിടിയിൽ കിടന്ന് കുഴഞ്ഞ് അങ്ങനെ ബന്ധനത്തിൽ, ഹി ഹാസ് അറസ്റ്റഡ് ആൻഡ് പുട്ട് സോ മെനി ഇൻ ദ പ്രിസൺ ഓഫ് സിൻ. അഡിക്ഷൻ ഉണ്ടല്ലോ, പാപത്തിൽ കുഴഞ്ഞു കിടക്കുന്നവരുണ്ടല്ലോ, ഒരു നിരാശയുള്ളവർ, ഒരു ഹോപ്പും ഇല്ലാതെ, ഒരു പ്രത്യാശയില്ലാതെ, ജീവിതത്തിനൊരു ലക്ഷ്യമില്ലാതെ എത്ര പേരാണ് നടക്കുന്നത്. ഷീപ്പ് വിത്തൗട്ട് ഷെപ്പേർഡ് എന്നാണ് പറയുന്നത്. അതിനൊരു നായകനില്ല, ഒരു ആട്ടിടയനില്ല, അവരെ നയിക്കാൻ ആരുമില്ല. അങ്ങനെ എത്രയോ പേര് നിങ്ങളുടെ ചുറ്റുമില്ലേ? ഒന്ന് തുറന്നു നോക്കിയേ. ചുറ്റുമെല്ലാം അന്ധകാരമില്ലേ? നിങ്ങളുടെ കണ്ണ് തുറന്നൊന്ന് നോക്കിക്കേ. അപ്പോൾ നമ്മൾ അവരോട് എന്താണ്, അവരെ ആ സാത്താൻ്റെ പിടിയിൽ നിന്ന് വിടിവിക്കണം. യു ഹാവ് ടു, ജീസസ് ഹാസ് കം ടു ഡിസ്ട്രോയ് ദ വർക്ക് ഓഫ് ദ ഡെവിൾ. സോ ഓൾസോ വി ആർ കമാൻഡഡ് ടു ഡിസ്ട്രോയ് ദ വർക്ക് ഓഫ് ദ ഡെവിൾ. നമ്മളും സാത്താൻ്റെ എല്ലാ പ്രവൃത്തികളെ അഴിക്കാൻ വേണ്ടി നമ്മളെ ആക്കിയിരിക്കുകയാണ് ഒരു ശേഷിപ്പായിട്ട്. ഇനി സാത്താൻ്റെ രാജ്യം നശിപ്പിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ രാജ്യം കെട്ടാൻ വേണ്ടി, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം. അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സോ നാഷണൽ വിമൻസ് മൂവ്മെൻറ്റ് മുഖാന്തരം ഞങ്ങൾ ചെയ്യുന്ന അങ്ങനെ വി
are raising a mighty army of women. So first of all women, then youth, then kids, എല്ലാ ജനറേഷനും വേണ്ടി, എല്ലാ തലമുറയ്ക്കും വേണ്ടി ദൈവം എനിക്ക് ദർശനം തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുകയാണ്. സ്ത്രീ സൈന്യം, യൂത്ത്, യവനക്കാരുടെ സൈന്യം, പിന്നെ കിഡ്സ്, കൊച്ചുകുട്ടികളുടെ ആ സൈന്യം. അങ്ങനെ എല്ലാവരും കർത്താവിന് വേണ്ടി യേശുവിനെ അറിഞ്ഞ് they should be praying, they should be preaching, they should be praising. Such an army God is raising. Little ambassadors God is raising. അതായത് ചെറിയ ചെറിയ പിള്ളേരെ പോലും ദൈവം ഉപയോഗിക്കുകയാണ്. ശിശുക്കളുടെ വായിൽ ഞാൻ പ്രവചനം, മുല കുടിക്കുന്നവരുടെ വായിൽ ഞാൻ പ്രവചനം വാക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. അവരുടെ വായിൽ തന്നെ ദൈവം വചനം കൊടുത്തിരിക്കുകയാണ്. എത്രയോ കുഞ്ഞുങ്ങളാണ് ഇപ്പം 7 വയസ്സ് 5 വയസ്സുള്ളവരൊക്കെ പ്രസംഗിക്കുന്നു, പ്രവചിക്കുന്നു. ഇതെല്ലാം ദൈവം ഈ അന്ത്യനാളിൽ ചെയ്യുകയാണ്. എങ്ങനെയെങ്കിലും ദൈവരാജ്യം സ്ഥാപിതമാകണം. അതിനുവേണ്ടി കർത്താവ് ഇങ്ങനെ ഓരോ തലമുറയും എഴുന്നേൽപ്പിക്കുകയാണ്. തലമുറയിൽ ആരൊക്കെയാണ് വില്ലിങ്? ഇഫ് ഐ എം റെഡി, ഗോഡ് ഈസ് വില്ലിങ് ടു യൂസ് അസ്. ദാറ്റ്സ് വാട്ട്. നമ്മൾ അവൈലബിൾ ആകണം. നമ്മൾ ദൈവത്തിന് വേണ്ടി ഇതാ എന്ന് സമർപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്ത് നിങ്ങളെയും ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഈ വചനം ആദ്യമായിട്ട് നിങ്ങൾ ഈ വചനം അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത് തന്നെ ഒരു മിനിസ്ട്രിയാണ്. പിന്നെ ഒരു ബുക്ക്, ഞാൻ ആത്മീയ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, ആ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, സ്പ്രെഡ് ചെയ്യുക, അത് വിൽക്കുക. അങ്ങനെ ഒരു ദാറ്റ് ഈസ് എ മിനിസ്ട്രി. അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അയൽവക്കത്തെ പ്രോബ്ലംസൊക്കെ ഒന്ന് ചോദിച്ച് നിങ്ങളുടെ എങ്ങനെയുണ്ട്, സുഖമാണോ, രോഗമാണോ, രോഗമാണെങ്കിൽ രോഗിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ അവർക്ക് വേണ്ടി സഹായിക്കണം. ഒത്തിരി ദാരിദ്ര്യത്തിലുണ്ട്, ഭക്ഷണമില്ല, വസ്ത്രമില്ല, കിടപ്പാടമില്ല. അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ണടച്ച് കളയരുത്. ജീസസ് ഹാഡ് കമ്പാഷൻ. നിങ്ങൾക്കും അങ്ങനെ മനസ്സലിവ് കാണണം. ഈ പ്രാർത്ഥന മാത്രം പോരാ, പ്രവൃത്തി വേണം. ചുമ്മാ വായിക്കൂടി പറഞ്ഞാൽ പോരാ, പ്രവൃത്തി കാണിക്കണം. ഇന്ന് എനിക്കൊരു സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ കേരള ട്രിപ്പിന് കുറേ പേരെ കൊണ്ടുപോയി. അവർക്ക് സൂം മീറ്റിംഗ്. അവരെത്ര വലിയ സാക്ഷ്യമാണ് പറയുന്നത്. ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ആരും ചെയ്തിട്ടില്ല എന്ന്. 50 പേരെ കൊണ്ട് അവർക്ക് ബോട്ടിങ്, പിന്നെ മൂന്നാർ കൊണ്ടുപോയി, പിന്നെ കാൽവരി കൊണ്ടുപോയി, ഇടുക്കി കോഷൻ ഹോട്ടലിൽ, എറണാകുളത്ത് ബീച്ചിൽ എറണാകുളത്ത് താമസിപ്പിച്ചു. അങ്ങനെ എല്ലാ ചിലവും ഒരു ബസ്സൊക്കെ അറേഞ്ച് ചെയ്ത് ഞാൻ ചെയ്തു. അത് കണ്ണ് നിറഞ്ഞാണ് അവർ പറഞ്ഞത്, ഇങ്ങനെ ഞങ്ങൾക്ക് ആരും ചെയ്തിട്ടില്ല. യേശുവിൻ്റെ സ്നേഹമാണല്ലോ, പ്രവൃത്തി കൂടി സിസ്റ്റർ കാണിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്താലേ നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലമുള്ളൂ. നമുക്ക് പേര് കിട്ടാൻ വേണ്ടിയല്ല, നമ്മൾ മറ്റുള്ളവരെ പ്രശംസ കിട്ടാൻ വേണ്ടിയല്ല, നമ്മൾ ദൈവത്തിന് വേണ്ടി, ദൈവസ്നേഹത്തിൽ കൂടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. അങ്ങനെ കർത്താവിന് അതാണ് ആവശ്യം. അങ്ങനെ എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളുടെ എല്ലാ സ്വാർത്ഥതയും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ഒന്ന് കണ്ണ് തുറക്കട്ടെ, ഉൾക്കണ്ണുകൾ തുറക്കട്ടെ, യേശുവിൻ്റെ സ്വഭാവം വരട്ടെ, യേശുവിൻ്റെ അതേ നേച്ചർ വരട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വചനം 100 മേനിയായിട്ട് കർത്താവെ അത് വിളവ് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.